നമ്മൾ ഏകദേശം ഒരു 30,000 ദിവസം ഇവിടെ ഉള്ളൂ. ഈ 30,000 ദിവസം എങ്ങനെ സ്റ്റേബിളായി സന്തോഷപൂർവ്വം ജീവിക്കുക എന്നുള്ളത് ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് ഉണ്ട്, പ്രൊവൈഡിംഗ് ഉണ്ട്. ഇത് രണ്ടും പുരുഷന്റെ ജോലിയാണ്. സ്ത്രീകൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട, നർച്ചറിങ് ചെയ്താൽ മതി. സോഫ്റ്റ് ആയിട്ടും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതേപോലത്തെ ഒരു ലോകം ഉണ്ടാവും. അതാണ് സ്പിരിച്വൽ അല്ലേ? അതാണ് സ്പിരിച്വൽ. ഈ സ്ത്രീകളുടെ ഇതിൽ പ്രോഗ്രാമിൽ പറയാറുണ്ട്, നിങ്ങളുടെ പവർ നിങ്ങൾക്ക് അറിയില്ല. ജനനത്തിന് മരണം ഒരു കംപ്ലീഷൻ ഉണ്ട്, പക്ഷെ ലൈഫിന് കംപ്ലീഷൻ ഇല്ല. അത് ജനന മരണങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം ABC ടോക്കിലേക്ക് സ്വാഗതം. നമസ്തേ മോഹൻജി. നമസ്തേ. പ്രിയപ്പെട്ട മോഹൻജി എങ്ങനെ പരിചയപ്പെടുത്തണം? ഒരിക്കൽ നമ്മുടെ ഈ ഫ്ലോറിൽ മോഹൻജി വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ലോകം അറിയുന്നത് മോഹൻജി എന്ന പേരിലാണ് അങ്ങേ, അല്ലേ? മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന ആ ക്ലീശ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ലോകത്തിന് എനിക്ക് തോന്നുന്നു എന്താണെന്നറിയാം, മലയാളിക്കാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടത് അല്ലേ? ലോകത്തിന് മോഹൻജി അറിയാം. ഒരുപക്ഷെ മലയാളത്തിന് നമ്മളെ കുറച്ച് താമസിച്ചേ എല്ലാം അറിയുള്ളൂ. മോഹൻജിയുടെ പ്രവർത്തന മേഖല ഇവിടെ അല്ലാതെ ആയിരുന്നുകൊണ്ടാണ് അങ്ങനെ അറിയാതെ പോയത്. മോഹൻജി ലോകത്തെ ഒരുമിച്ച് ഒന്നായി കാണുന്ന ഒരാളായതുകൊണ്ടും സമയത്തിന്റെ കുറവ് കൊണ്ടൊക്കെയാണ് വല്ലപ്പോഴും നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. മോഹൻജി ആരാണെന്നും ഒരുപക്ഷെ നമുക്ക് ഈ ഒരു വർത്തമാനത്തിനിടയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വ്യക്തമാകും എന്നാണ് വിചാരിക്കുന്നത്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, വലിയ ഒരു ആത്മീയ ആചാര്യൻ, ഇങ്ങനത്തെ വാക്കൊന്നും പറയുന്നത് മോഹൻജിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം. ഞാനത്ര വലിയ ആളൊന്നും അല്ല എന്ന് എപ്പോഴും പറയുന്ന ആളാണ്. ഭംഗിവാക്കല്ല അല്ല, അത് എനിക്കറിയാം. എങ്കിലും മോഹൻജി ഒരു സാധാരണക്കാരനായിട്ട് ഇരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. സാധാരണക്കാരനായി ജനിച്ച് സാധാരണക്കാരനായി വളർന്ന് ഇപ്പോഴും അമിതമായ ഭാരങ്ങളൊന്നുമില്ലാതെ, പരിവേഷങ്ങളൊന്നുമില്ലാതെ, എന്നാൽ ലോകത്ത് വലിയ പരിവേഷങ്ങൾക്ക് അവകാശപ്പെടാവുന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും പറയുന്ന വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള മോഹൻജിയിൽ നിന്ന് അത്തരത്തിലുള്ള കഥകളും വർത്തമാനങ്ങളും കേൾക്കാനാണ് ഞങ്ങൾക്കും താല്പര്യം. മോഹൻജിക്കും അതായിരിക്കും പറയാനും താല്പര്യം, അല്ലേ? ലോകം മുഴുവൻ യുദ്ധത്തിന്റെ ഭീതിയിൽ നിന്നപ്പോൾ അങ്ങയുടെ ഒരു പോസ്റ്റ് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. മനസ്സാണ് നിങ്ങളുടെ രാജ്യം, അത് കാത്തു സൂക്ഷിക്കുക എന്നൊരു പോസ്റ്റാണ്. അത് ഞാൻ ഡൽഹിയിൽ സംസാരിച്ച ഒരു കാര്യം. അത് ഒരു സ്പീച്ചിന്റെ ഭാഗമാണ് ഈ പറഞ്ഞത്. എല്ലാ യുദ്ധങ്ങളും തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ ഈ യുദ്ധം തുടങ്ങി അത് ഒരുപാട് വലുതാവുമ്പോഴാണ് പുറത്തെ ലോകത്ത് അത് വരുന്നത്. ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു പുറത്ത് കാണുന്ന കാര്യം നമ്മളൊരു പെട്ടെന്ന് വെച്ച് കാണുള്ളൂ, വെച്ചാൽ ഒരു പോയിന്റ് ഇൻ ടൈമിലാണ് കാണുന്നത്. പക്ഷേ അതിന് മുന്നേ അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ട് ഒരുപാട്. അത് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാതെ ആ പ്രിപ്പറേഷൻസ് ഉള്ളിൽ പലരുടെ മനസ്സിലും നടന്നിട്ടുണ്ട്. അത് നടന്നിട്ട് ഒരു ലെവലിൽ എത്തുമ്പോൾ പിന്നെ അത് എക്സ്പ്രഷനായി മാറും. എക്സ്പ്രഷൻ പിന്നെ അതൊരു ഇൻസിഡൻ്റായി മാറും, ഇവൻ്റായി മാറും. അപ്പോൾ എല്ലാ കാമക്രോധ ലോഭ മോഹം മത മാത്സര്യം ഒക്കെ നമ്മുടെ ഉള്ളിലാണ്. അതെ, നമ്മുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ഈ ലോകത്തിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം പ്രോപ്പറായിട്ട്. അത് ശ്രദ്ധിക്കുന്നില്ല പലപ്പോഴും. നമ്മൾ ഫിസിക്കൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളും പറയാറ്, പക്ഷേ ഉള്ളിലത്തെ ഒരു ലോകത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും കയ്യിൽ ഒതുങ്ങാണ്ട് വരും, കൈപ്പിടിയിൽ നിൽക്കുന്നില്ല പല കാര്യങ്ങളും, ഇൻസിഡൻസ്. പിന്നെ അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു ചോദിക്കുന്നത് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ വാലിഡ് അല്ല. ദർ ഈസ് എ റീസൺ. ആ റീസണ് നമ്മൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. മിക്കവാറും എത്തുന്നില്ല, പലപ്പോഴും എത്തുന്നില്ല. നമ്മൾ ആ റീസണിലല്ല, മറ്റേ പുറത്തുള്ള ആ പിന്നെ സിംറ്റമിലാണ് ഓയിൻമെന്റ് തേക്കുന്നത്. അല്ല, ഇപ്പം നമ്മളുടെ ചിന്തകൾ നമ്മളുടെ വാക്കുകളാകുകയും, വാക്കുകൾ പ്രവൃത്തികളാകുകയും, പ്രവൃത്തി നമ്മളുടെ ഹാബിറ്റ് ആകുകയും, ഹാബിറ്റ് നമ്മളെ ജീവിതത്തിന്റെ മരണത്തിലേ വരെ കൊണ്ട് ഒന്നിച്ച് നടക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്. ഇപ്പോ അതിന്റെ മുമ്പേ ഉണ്ട് ഇംപ്രഷൻസ്. അതായത് നമ്മൾ ജീവിതത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇംപ്രഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു വ്യക്തിയോട് ബഹുമാനം തോന്നുക വിചാരിക്കുക, അതിൻ്റെ ബാക്കിൽ ഒരു ഇംപ്രഷൻ ഉണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള. അതിൻ്റെ അതർ സൈഡാണ് പ്രെജുഡീസ്, മുൻവിധി. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഒരു മുൻവിധിയോടെയാണ് പെരുമാറുന്നത് വെച്ചാൽ ഒരിക്കലും നമുക്ക് സ്നേഹിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇംപ്രഷനാണ് ഫസ്റ്റ് സോഴ്സ്. അത് അളവുകൾ എന്നൊക്കെ പറയാം, അല്ലേ? അല്ല, അത് റൂട്ട്, അതിന്റെ സോഴ്സ് ആണ്. നമ്മൾ ഒരാളെ കുറിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക, അതാണ്. അതെ, അല്ലെ? മുൻവിധി വരുമല്ലോ, അത് വരുന്നതിന് ഒരു ഇംപ്രഷൻ ഉണ്ട്. എനിക്ക് ഒരു തിക്താനുഭവം ഉണ്ടായി മുമ്പേ. ആ തിക്താനുഭവത്തിന്റെ നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും. അതായത് ഞാൻ മനസ്സിലാക്കിയതൊന്ന് പറഞ്ഞോട്ടെ. അതായത് എന്നെ വളരെ ചെറുപ്പത്തിലെ പെൻസിൽ വെച്ച് കുത്തുന്ന ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. അതെ, ആ കുട്ടി ചിരിക്കുന്നത് പോലാണ് റോബിൻ ചേട്ടൻ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നെങ്കിൽ എനിക്ക് റോബിൻ ചേട്ടനെ സ്നേഹിക്കാൻ പറ്റില്ല. കുത്തുന്ന ഓർമ്മ വരും. പക്ഷെ ഇത് തമ്മിൽ റോബിൻ ചേട്ടനോട് യാതൊരു ബന്ധവുമില്ല. അതാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്.
അല്ലേ? അത് നമുക്ക് കറക്റ്റ് നോക്ക് ഒരുവിധമൊക്കെ ഒരു ഹെൽപ്ലെസ് സ്റ്റേറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം വളരുന്നതിനും നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്നതിന് മുന്നേ വന്നിട്ടുള്ള ഇംപ്രഷൻസ് ആണ് മരണം വരെ കൂടെയുള്ളത്. പല ആൾക്കാരും പല സമയത്ത് റിയാക്ട് ചെയ്യുന്ന, ഹിറ്റ്ലറുടെ അറിയാലോ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന സപ്രഷൻസ് മുഴുവൻ അയാൾ വെന്റ് ചെയ്തു ഒരു സമയത്ത്. ഇത് വിധി എന്നൊക്കെ പറയാവുന്നതാണ്. എന്താ ഇതിന് പറയാൻ പറ്റുക? അത് കാരണം ഇത് ഒരിക്കലും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളല്ലേ, വളരെ ചെറുപ്പത്തിൽ. അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ, ഭാരത സംസ്കാരത്തിൽ പറയണത് ലൈഫ് ഈസ് കണ്ടിന്യൂസ്, ബർത്ത് ആൻഡ് ഡെത്ത്, ബർത്ത് ഹാസ് എൻ എൻഡ് കോൾഡ് ഡെത്ത്. അതായത് ജനനത്തിന് മരണം ഒരു കംപ്ലീഷൻ ഉണ്ട്, പക്ഷെ ലൈഫിന് കംപ്ലീഷൻ ഇല്ല. അത് ജനന മരണങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാറ്റേൺ ഉണ്ടല്ലോ, ലൈഫ് പാറ്റേൺ റൂട്ടുണ്ട്. അല്ല, അപ്പോൾ ഈ നമ്മൾ ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറയുന്ന ഒരു ഭാരതീയ ചിന്താധാരയാണ്. അപ്പോൾ ഈ നമ്മൾ മറ്റൊരു ഫിസിക്കലിനെ പറയണേ, സ്പിരിച്വലിനെയാണ്. അത് മറ്റേ മെറ്റഫിസിക്കലിൽ നമ്മൾ ജനിക്കുന്നില്ല മരിക്കുന്നില്ല, ഫിസിക്കലി ജനിക്കുന്നു മരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ ഇൻസിഡൻസും മെമ്മറീസും ഒരു പരിധിവരെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്ന പറയുന്നത്. മെമ്മറീസ് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് ഓർമ്മയില്ല, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു അറിയില്ല. പക്ഷെ അതിന്റെ ഇംപ്രഷൻസ് ഉണ്ട്, ആ ഇംപ്രഷൻസ് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. GK പറയുന്നത് കർമ്മയെ കുറിച്ചാണ്, കാർമിക് ബേർഡൻസിനെ കുറിച്ചാണ്. അല്ല, ഇത് നമ്മൾ കാർമിക് ബേർഡൻസ് അല്ല, അത് എനിക്കൊന്ന് DNA മാർക്ക് ചെയ്ത് വരുന്ന DNA അതിനോട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനോട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ പാറ്റേണിനോട് ഒരു ലൈഫ് പാറ്റേൺ ഉണ്ട്, കാർമിക് പാറ്റേൺ. ആ പാറ്റേണിന്റെ അതിന്റെ ബൗണ്ടറിക്ക് അകത്ത് നിന്നിട്ടാണ് നമ്മളെല്ലാം പെരുമാറുന്നത്. ആ കാർമിക് ബൗണ്ടറീസ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എത്ര നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിലും ഈവൻ നമ്മുടെ ദർശനങ്ങളിലും ചിന്തയിലും എത്ര പെർസെൻറ്റേജ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു പേഴ്സണൽ കണക്ക് വെച്ച് 100%. അതായത് ഇപ്പം നോക്കൂ, ഒരു സമയത്ത് നമുക്ക് തോന്നുകയാണ് ഈ കാണുന്ന ഈ ഡ്രാമയിൽ എനിക്ക് പങ്കില്ല, അല്ലെങ്കിൽ എനിക്കതിന് പങ്കുണ്ടെങ്കിലും ഞാൻ സിനിമ കാണുന്ന പോലെയാണ്, അതായത് ഐ എം ജസ്റ്റ് എ വിറ്റ്നസ് എന്നുള്ള ലെവലിൽ വരുമ്പോൾ തന്നെ ഡിറ്റാച്ച്മെൻറ്റ് വന്നു. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു കാര്യം അതാണ്. അത് ഞാൻ ബിസിനസ്സിലായിരുന്നു ഇത്രയും കാലം. 1999 മുതൽ ബിസിനസ്സിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇൻ ടൈമിൽ ഇതിൽ നിന്ന് കിട്ടാവുന്ന ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാണാൻ തുടങ്ങി. അതായത് വിറ്റ്നസ്ഹുഡ് വന്നു, ഒരു സാക്ഷിഭാവത്തിൽ കാണാൻ തുടങ്ങി. അതോടുകൂടെ ലൈഫിൽ മാറ്റം വന്നു, ഓണർഷിപ്പ് ഇല്ലാണ്ടായി. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓണർഷിപ്പ്, നമ്മൾ ഈ കർമ്മത്തിൻ്റെ പശയല്ലേ ഗ്ലൂ എന്നുള്ളത് ഓണർഷിപ്പാണ്. ഇത് എൻ്റെ എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ മുഴുവൻ ഇമോഷനും ഇൻറ്റൻസിറ്റിയും വരുന്നത്. മോൻജി, ഇതിപ്പം റോബിചേട്ടാ, ഇത് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഓണർഷിപ്പ് വേണ്ടേ? ഓണർഷിപ്പ് വേണ്ട, റെസ്പോൺസിബിലിറ്റി വേണം. റെസ്പോൺസിബിലിറ്റി ഓണർഷിപ്പ് വ്യത്യാസമുണ്ട്. അതായത് റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ നമുക്ക് കർത്തവ്യങ്ങളുണ്ട്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ. ഇപ്പോൾ നമ്മുടെ അടുത്ത ജനറേഷനെ നമ്മൾ നോക്കണം, മുന്നത്തെ ജനറേഷനെയും നമ്മൾ നോക്കണം, പാരൻസിനെ ശ്രദ്ധിക്കണം. അതാണ് ഈ പുത്രധർമ്മ പിതൃധർമ്മ എന്നൊക്കെ പറയണത്. അപ്പോൾ ആ ലെവലിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ അവരെ നമുക്ക് എവിടെ ഓൺ ചെയ്യാൻ പറ്റും? അവരുടെ ലൈഫ് ഒന്നും നമ്മുടെ കൺട്രോളിലില്ല, അവരുടെ എക്സ്പീരിയൻസിന്റെ മുകളിൽ കൺട്രോളില്ല. ഇത് എങ്ങനെ തരംതിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പൊ മോൻജി പറയുമ്പോൾ തന്നെ ഈ റെസ്പോൺസിബിലിറ്റിയും ഓണർഷിപ്പും തന്നെ വേർതിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നു. അതിൽ ഒരു സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതിനിടയ്ക്ക് പെയിനോ പ്ലഷറോ നോക്കിയാൽ മതി. അതായത് പെയിനും പ്ലഷറും വരണമെങ്കിൽ അത് ഓണർഷിപ്പ് ഉണ്ടാവും. അതായത് ഒരു കാര്യത്തിന്റെ മുകളിൽ എനിക്ക് ഇതിൽ വളരെയധികം വികാരപരമായിട്ട് കാര്യങ്ങൾ വരും, എനിക്ക് എന്നൊക്കെയുള്ള സാധനം, അതിനകത്ത് നമുക്ക് വളരെയധികം വേദന വരുന്നുണ്ട്. ഞാൻ ഇന്നത് ചെയ്തിട്ട് അത് റെസ്പോണ്ട് ചെയ്തില്ല. ഒരു റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ കടമ ചെയ്തു, ഇനി ബാക്കി എന്തെന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അത് വിട്ടു. ഓണർഷിപ്പ് വരുമ്പോൾ അങ്ങനെയല്ല, അത് ഞാൻ പറയണ പോലെ ആവണം അല്ലെങ്കിൽ ഇന്ന പോതിരി ആവണം, അതൊക്കെയുള്ളതാണ്. ഇതിപ്പോൾ ഒരു ബിസിനസ്സിൽ വ്യത്യാസമുണ്ട്. ബിസിനസ്സിൽ റോഡ് മാപ്പ് വേണം, ടാർഗറ്റ് വേണം. അതെന്താണെന്ന് വെച്ചാൽ അത് ഏത് വഴിക്ക് കൊണ്ടുപോകണമെന്ന് നമ്മൾ തീരുമാനം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രോഫിറ്റ്സ് വേണം, അല്ലെങ്കിൽ അത് അതിനുള്ള റോഡ് മാപ്പ്, അത് വ്യത്യാസമുണ്ട്. അത് ഒരു ഡിറക്ഷനാണ്, അതൊരു ഡിസിപ്ലിനാണ്. ആ ഡിസിപ്ലിൻ ഉറപ്പായിട്ടും വേണം. പക്ഷേ ലൈഫിൽ നമ്മൾ റിലേഷൻഷിപ്സും അല്ലെങ്കിൽ മറ്റുള്ള കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റി മാത്രമേ വേണ്ടൂ. അതിൻ്റെ നമ്മൾ 100% അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കുക. പക്ഷേ ഓണർഷിപ്പ് വെച്ച് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായി ദുഃഖം വരും. അല്ലെ, ഇത് ഫാമിലിയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ പരസ്പരം റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നതിനൊപ്പം തന്നെ
ഒരു ഓണർഷിപ്പ് അവിടെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ? വരുന്നുണ്ട്. അതാണ് അവിടെയാണ് ഈ മാരേജസ് ഫെയിൽ ആവാൻ പലപ്പോഴും കാരണം. അവിടെയാണ്. ഇപ്പൊ ഞാൻ മാരീഡാണ്. എൻ്റെ വൈഫിനെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആക്കി. ഒരു മോഹൻജി അംബ്രല്ല ഞാൻ പറഞ്ഞു വേണ്ട, തന്നെത്താൻ. അപ്പോൾ അതാണ് അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, devimohan.com ഉണ്ട്, അവർക്ക് സ്വന്തം ടീമുണ്ട്, സ്വന്തം ആക്ടിവിറ്റി ഉണ്ട്. വല്ലപ്പോഴൊക്കെ മോഹൻജി ഫൗണ്ടേഷൻ്റെ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കും. പക്ഷെ അവർ ബൗണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെയധികം ഫ്രീഡം ഉണ്ട്. മറ്റല്ലെങ്കിൽ എന്താ വെച്ചാൽ എപ്പോൾ നമ്മളൊരു ഷാഡോവിൻ്റെ അകത്ത് ലിമിറ്റഡ് ഇതിൽ നിൽക്കുള്ളൂ. അതെന്താ വെച്ചാൽ ഓണർഷിപ്പാണ്. സ്ത്രീകളെ സംബന്ധിച്ചത് വലിയ മിക്കവാറും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് ഈ സ്ത്രീകളെ അറിയാത്തതുകൊണ്ടാണ് നമുക്ക്. അതായത് ഈ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അബലകൾ എന്നുള്ള എനിക്ക് തോന്നാറില്ല. അത് ശരിയല്ല, പ്രസ്താവന. നമ്മുടെ വുമൺഹുഡ് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നത്. അതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വിമൻ ആർ ഈക്വൽ ഓർ ഇമ്പോർട്ടൻറ്റ് ഇൻ ക്രിയേഷൻ എന്നുള്ളതാണ് അതിൻ്റെ. അതായത് ഇഫ് ദർ ആർ നോ വിമൻ ദർ ഇസ് നോ നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ അടുത്ത ജനറേഷനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. അവർക്ക് ആ റെസ്പെക്റ്റ് ബൈ എക്സിസ്റ്റൻസ് ലെവലുണ്ട്, അല്ലെങ്കിൽ ബൈ ബർത്ത് ഉണ്ട്, അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ദൈവം കൊടുത്തിട്ടുള്ളതാണ്. അത് ഒരാൾക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പം അവരെ സപ്രസ് ചെയ്ത് വെച്ചോണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഡിനൈ ചെയ്തുകൊണ്ടോ ഈ റെലവൻസ് മാറില്ല. അത് ഞാൻ വുമൺഹുഡ് ഫെസ്റ്റിവൽ തുടങ്ങാൻ കാരണം തന്നെ അതാ. അതായത് പിന്നെ വൈ ആർ യു ഡൂയിങ് എ ഫേവർ ടു വിമൻ? they are already favored. അല്ലെങ്കിൽ നമ്മളായിട്ട് ഒരു ഓക്കെ ഞാൻ നിനക്കിത് അനുവദിച്ച് തരാം എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരമാണത്. ഈ സ്ത്രീകളുടെ ശക്തി കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യം പറയുമ്പോഴേ എനിക്ക് എൻ്റെ ലൈഫിലെ ഒരു ടെസ്റ്റിമോണിയൽ ഞാനൊന്ന് പറഞ്ഞു. എനിക്കൊരു മോളുണ്ടായി ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾക്ക് ബ്രീത്ത് ഇഷ്യൂ വന്നിട്ട് വെന്റിലേറ്ററിലേക്ക് മാറി. അപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മീൻസ് എനിക്കും എൻ്റെ സുഹൃത്ത് തന്നുണ്ടായിരുന്ന ഹണി സുഹൃത്ത്, കുഞ്ഞിയുടെ കാര്യമാണ് പറയുന്നത്, ബിജു, ഞങ്ങൾ 3 പേര്, എൻ്റെ ചേട്ടൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ശരണിയുടെ അടുത്തോ പോലും പറഞ്ഞില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, കുട്ടിയുടെ കാര്യം കുറച്ച് സീരിയസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായി ടെൻഷൻ അടിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ എന്ത് ചെയ്യാം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇവരെല്ലാം എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം, കുട്ടി ആണാണോ പെണ്ണാണോ? ഞാൻ പറഞ്ഞു പെൺകുഞ്ഞാ. കുഞ്ഞുകുട്ടി ടെൻഷൻ അടിക്കേണ്ട, അവൾ സർവൈവ് ചെയ്യും. ഇതൊരു ഭയങ്കര നിരീക്ഷണമാണ്. അതെ, നേരെ മറിച്ച് ആൺകുട്ടിയാണ് എങ്കിൽ നമുക്ക് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു ജീവിതത്തിൽ. ബയോളജിക്കലി അതായത് ജനിച്ചു വീണ് ഞാനീ പറയുന്നത് 24 മണിക്കൂർ. എനിക്ക് തോന്നുന്നത് മോൻജി, ഇതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ പർപ്പസ്, അതെ സ്ത്രീ ജന്മത്തിന്റെ ശക്തി അത്രയാണ്, വളരെ ശക്തമാണ്. എന്താ വെച്ചാൽ ഇതിൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് നോക്കൂ, നമ്മള് ഈ ഡിനയൽ ഉണ്ടല്ലോ. അപ്പൊ ഒരു കുട്ടി അതിന്റെ അമ്മയുടെ കൂടെ തന്നെയാണ് വേണ്ടത്, എന്നാലേ കംപ്ലീഷൻ ഉള്ളൂ. ഈ കംപ്ലീഷൻ ഡിനൈ ചെയ്യേണ്ടത് നമ്മൾ കണ്ടിന്യൂസ്ലി എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആ എനർജി നമ്മുടെ വൈബ്രേഷനിൽ ആ എനർജി വൈബ്രേഷൻ ലോകത്ത് വരുന്നുണ്ട്. അത് വൺ ഓഫ് ദ മെയിൻ റീസൺസ് വൈ ഈ സൈക്കോസോമാറ്റിക് ഇൽനെസ്സിൻ്റെ എൻ്റെ കണ്ടുപിടുത്തം അത് അല്ല, എൻ്റെ കാഴ്ചപ്പാടാണ്. അതായത് നമ്മൾ ഒരു മൃഗത്തിനും ഒരു പക്ഷിക്കും ഈ ബന്ധം കളയാൻ പാടില്ല. അതായത് ഒരു ജീവിക്കും ഈ പിന്നെ മദർ ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അത് നമ്മുടെ മനുഷ്യന് മാത്രമല്ല, അത് എല്ലാവർക്കും അത് ആ ഒരു ഒറ്റ ബന്ധം കൊണ്ട് ഒരുപാട് സന്തുലിതാവസ്ഥ വരും, ഇക്വിലിബ്രിയം വരും നമുക്ക് ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും ലോകത്ത് പറയുന്നതാണ്. അതായത് ഈ ഡയറി ഫാംസിൽ ഒരിക്കലും ഒരു ദിവസം പോലും ഈ പശുക്കുട്ടി അമ്മയുടെ കൂടെ നിൽക്കണില്ല. അതേപോലെ ഈ പിഗ് ഫാംസ് ഉണ്ടല്ലോ, അവർ ഏതോ കുറച്ചൊരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ കുട്ടി എടുത്ത് മാറ്റും. മനുഷ്യന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ ഫീഡിങ് നിർത്താത്ത ഒരൊറ്റ കുട്ടി പോലും ലോകത്തില്ല. അതെ, ഫീഡിങ് ലോകത്ത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ അതെ എന്തെങ്കിലും കാരണം കൊണ്ട് ഫീഡിങ് ബ്രേക്ക് ചെയ്തോളെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു ഒബ്സഷനായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഒരു പൂർത്തീകരിക്കാത്ത ഒരു ജീവനാണല്ലോ കിടക്കുന്നുണ്ട്. അത് ആക്ച്വലി ഇത് നമുക്ക് കുറച്ച് സെൻസിറ്റീവായി അറിയാൻ പറ്റും. അതായത് ഈ വുമൺഹുഡ് ഈസ് വെരി വെരി പവർഫുൾ. അതിൻ്റെ മെയിൻ അത്താണി എന്ന് പറയുന്നത് മദർഹുഡാണ്. ഈ മദർഹുഡിൻ്റെ ഒരു ശക്തി നമുക്ക് അത് എന്താ വെച്ചാൽ അവർ സ്റ്റേബിൾ ആണെങ്കിൽ അടുത്ത ജനറേഷൻ സ്റ്റേബിളായി. അവർ അൺസ്റ്റേബിൾ. ഞാൻ എപ്പോഴും ഈ സ്ത്രീകളുടെ ഇതിൽ പ്രോഗ്രാമിൽ പറയാറുണ്ട്, നിങ്ങളുടെ പവർ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കുട്ടി എപ്പോഴാണ് കിട്ടും? ഒരു 3 വയസ്സ് 4 വയസ്സ് വരെ നിങ്ങൾ പറയണവർ കേൾക്കും. ആ സമയത്താണ് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് എങ്ങനത്തെ കഥകളെ വല്ലാണ്ട് രാജ്യം വെട്ടിപ്പിടിച്ച ആൾക്കാരുടെ കഥയൊന്നുമല്ല, ഒന്നും വേണ്ടാണ്ട് ഇരുന്നിട്ടും ലോകത്തിന് എല്ലാം കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ കഥ പറഞ്ഞു കൊടുക്കണം.
അതായത് നമ്മുടെ ഉള്ളിലെ ശക്തി, അതിൻ്റെ തേജസ്സും അതിൻ്റെ വീര്യവും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ അറിയപ്പെടാത്ത വ്യക്തിത്വങ്ങളുണ്ട്, ലൈക്ക് ഹരിസിംഗ് നൽവ. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. അപ്പോഴേക്കും ശത്രുക്കൾ വന്ന് കോട്ട വളഞ്ഞു. കോട്ട വളഞ്ഞു വെച്ചാൽ ഇയാൾ മരിച്ചു എന്നാണ് ന്യൂസ് കിട്ടിയത്. അപ്പോൾ വന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്നെ അവിടെ മറ്റേ കോട്ടയുടെ മുകളിൽ കൊണ്ട് നിർത്താൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എല്ലാവരും ഓടിപ്പോയി. അതായത് ആ വ്യക്തി മരിക്കുകയാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും ലോയലായിട്ടുള്ള, പൈതൃകത്തിൽ വിശ്വസിക്കുന്ന അങ്ങനത്തെ അത്. അല്ലെങ്കിൽ ഇപ്പം നെൽസൺ മണ്ടേലയോ അതേപോലത്തെ ആൾക്കാർ 27 കൊല്ലം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, നോ റിവെഞ്ച്. ആരോട് പ്രതികാരം ചെയ്യും? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ റിവെഞ്ച്. അപ്പോൾ ഇതേപോലത്തെ ആൾക്കാരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അവർ ലൈഫ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഗൈഡൻസ് വരും. അവർക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയാം. അവർ റിയാക്ട് ചെയ്യില്ല, റെസ്പോണ്ടേ ചെയ്യുള്ളൂ. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷനാണ്, ഈഗോ ആണ്. റെസ്പോണ്ട് എന്ന് പറഞ്ഞാലോ ഇൻ്റലിജൻസ് ആണ്, ഉത്തരവാദിത്വം. അത് ഒരു പോസ് ഉണ്ടാവും. ഒരു കാര്യം കേട്ടു, അതിലൊരു പോസ് ചെയ്യും. പോസ് ചെയ്തിട്ട് അവർ പറയേണ്ടത് മാത്രമേ പറയുള്ളൂ, പറയണ്ടെങ്കിൽ പറയില്ല. അപ്പോൾ സൈലൻസും അവർ നന്നായി യൂസ് ചെയ്യാൻ പഠിക്കും. ഇതിപ്പോൾ അതല്ലല്ലോ, ഇത് കോമ്പറ്റീഷനാണ് പഠിപ്പിക്കുന്നത്. നീ മറ്റോനേലും ബെറ്റർ ആവണം, അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതിലൊന്നും പ്രസക്തിയില്ല. നമ്മൾ ഏകദേശം ഒരു 30,000 ദിവസം ഇവിടെ ഉള്ളൂ. ഈ 30,000 ദിവസം എങ്ങനെ സ്റ്റേബിളായി സന്തോഷപൂർവ്വം ജീവിക്കുക എന്നുള്ളത് ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ഫസ്റ്റ് 3 years അല്ലെങ്കിൽ 4 years. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ കിട്ടണമെന്നില്ല. 5 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അവരുടേതായിട്ടുള്ളൊരു ലോകത്തിലേക്ക് ഇറങ്ങും. അതുവരെ വലിയൊരു റോളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഈ അധർമ്മത്തിൻ്റെ, അതായത് ആൾക്കാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കാം, അത് ചെയ്യില്ല. അവർ ശരിക്കും പഠിപ്പിച്ചു കൊടുത്താൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്യട്ടെ, നീ നിൻ്റെ മാത്രം കിട്ടിയത് എടുത്താൽ മതി പറഞ്ഞാൽ തന്നെ ആരുടെയും പോക്കറ്റ് അടിക്കാൻ പോവില്ല. പിന്നെ അതേപോലെ ഓരോ ക്രൂരത, പല പല കാര്യങ്ങൾ. ഞാനിത് പിന്നെ പോലീസ് ഇതിൽ പറഞ്ഞാണ് മീറ്റിൽ ഹൈദരാബാദിൽ ഞാൻ പറഞ്ഞു, 50% ഓഫ് ദ പോലീസ്മെൻ ഷുഡ് ബി കൗൺസിലേഴ്സ്. അതായത് അവർ കൗൺസിലിംഗ് ചെയ്യണം. നമ്മളൊരാളെ കൺവിക്റ്റ് ആക്കാൻ എളുപ്പമാണ്. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇയാൾ തല്ലിപ്പൊളിയെ മോശമെന്ന് പറയാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എന്തായാലും എല്ലാവരും മോശമായി പറയുന്നുള്ളൂ, എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ജീവിക്കാൻ വിചാരിക്കും. അതേപോലെ ജയിലിലിട്ട് കഴിഞ്ഞാൽ അവരുള്ളത് മോശമാവും. അപ്പോൾ ഇതിനൊക്കെ അടിത്തറ എവിടെയാണ്? ഈ ഫസ്റ്റ് 4-5 yearsലുള്ള ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് ഓരോ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് വികാരം കാണിക്കില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കും, പറയേണ്ടത് പറയും, അതിൻ്റെ അപ്പുറത്ത് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതിനുള്ള കഴിവുണ്ട്. മദർഹുഡിൻ്റെ ശക്തിയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൻ്റെ ബാക്കിൽ ഈ സ്ത്രീകൾക്ക് ഇത് കൊടുക്കണം, അത് കൊടുക്കണം, അങ്ങനെ ഫേവർ ചെയ്യേണ്ട ഒരു വിഭാഗമായിട്ട് ആക്കാൻ പാടില്ല. മാറ്റി നിർത്തേണ്ടവരല്ല. മെയിൻ സ്ട്രീമിൽ അവർ ലീഡ് ചെയ്യേണ്ട ആൾക്കാരാണ്. ബിക്കോസ് അടുത്ത ജനറേഷൻ സ്ട്രോങ് ആവണം. അല്ല, പുരുഷനെ കുറിച്ചും സ്ത്രീയെ കുറിച്ചും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ പുരുഷനാണ് എല്ലാം തുടങ്ങി വെക്കുന്നത്. പ്രസ്ഥാനങ്ങളാണെങ്കിൽ എല്ലാം തുടങ്ങി വെക്കുന്ന പുരുഷനാണ്, വീട് പണിയുന്ന പുരുഷനാണ്. പക്ഷെ ആ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത് അല്ല, പ്രൊവൈഡിങ്, പ്രൊട്ടക്റ്റിംഗ്, ഈ 2 കാര്യം പുരുഷനുണ്ട്. അതുകൊണ്ടല്ലേ എപ്പോഴും ഇവരെ ലെഫ്റ്റിൽ നിർത്തണേ. റൈറ്റ് സൈഡ് സോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൈ, റൈറ്റ് ഹാൻഡ് എപ്പോഴും നമ്മൾ സ്ത്രീകൾ ലെഫ്റ്റ് സൈഡിൽ അല്ല അധികം കാണില്ലേ. അതാണ് ഈ വാമഭാഗം. അതെ. കാരണം റൈറ്റ് സൈഡ് ഫ്രീ ആയിരിക്കണം. കാരണം വാളെടുക്കണമെങ്കിൽ വാളെടുക്കണം. അപ്പോൾ പ്രൊട്ടക്റ്റിംഗ് ഉണ്ട്, പ്രൊവൈഡിംഗ് ഉണ്ട്. ഇത് രണ്ടും പുരുഷന്റെ ജോലിയാണ്. സ്ത്രീകൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ട, നർച്ചറിങ് ചെയ്താൽ മതി. സോഫ്റ്റ് ആയിട്ടും സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതേപോലത്തെ ഒരു ലോകം ഉണ്ടാവും. അതാണ് സ്പിരിച്വൽ അല്ലേ? അതാണ് സ്പിരിച്വൽ. ദിസ് ഈസ് ബീങ് ട്രൂ സ്പിരിച്വാലിറ്റി. ഞാൻ ഇന്നലെ വായിച്ചൊരു പ്രയോഗമുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീയുടെ കഴിവിനെ വില കുറച്ച് കാണരുത്. അങ്ങനെ കണ്ടാൽ അവൾ ദുർഗയായി മാറിയേക്കാം. അതൊക്കെ ലാസ്റ്റ് റിസോർട്ടാണ്. അവിടേക്കൊന്നും എത്തിക്കരുത്. അങ്ങനെ വില കുറച്ച് കാണരുതെന്നാണ്. അതെ.